ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അലോവേര വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അലോവേര എല്ലാവർക്കും അറിയാമല്ലോ, വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അലോവേരയ്ക്ക്. നമ്മളുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കും, അതുപോലെ തന്നെ ഷുഗറിനെ കുറയ്ക്കും, അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് നല്ലതായിട്ട് ന്യൂറിഷാക്കും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അലോവേരയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലനായിട്ടുള്ള ഡ്രിങ്ക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലതാണ് കേട്ടോ. നല്ല ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ നമ്മളുടെ അലോവേര ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം എടുക്കുക. അതിനകത്തെ കറ മാറ്റിയതിന് ശേഷം വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അതിനകത്തെ ജെല്ലൊന്ന് മാറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ഭാഗം നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ പാടില്ല. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ദാ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ അലോവേരയുടെ ജെല്ലൊന്ന് കളക്ട് ചെയ്തെടുക്കാവേ. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് പച്ച ഭാഗം അങ്ങോട്ട് മാറ്റി കൊടുക്കുക. അതിന് ശേഷം ജെല്ലെടുക്കുക. മൂർച്ചയുള്ള കത്തിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, നമ്മുടെ കൈ മുറിയും. മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുക. നമുക്കതിനകത്ത് ജെല്ല് മാത്രം മതി ഇതിന് ഉപയോഗിക്കാനായിട്ട്. നല്ലതാണ്. 10 മില്ലി വീതം കഴിക്കുവാണെങ്കിൽ, രാവിലെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ പ്രമേഹം വരെ കുറയ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സും ഈ അലോവേരയ്ക്കുണ്ട്. കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നമുക്ക് സഹായകമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജെല്ലെല്ലാം കളക്ട് ചെയ്തെടുക്കും. അപ്പം നമ്മളുടെ ജെല്ലെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് തൈരാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽമയുടെ ഈ സ്പെഷ്യൽ കാർഡ് എന്ന് പറഞ്ഞ തൈരാണ്. നല്ല ടേസ്റ്റാണ്, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതുപോലൊരു പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ ഒരെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആവശ്യത്തിന് എരിവ് കിട്ടിയായിരുന്നു. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് മതി കേട്ടോ. കറക്റ്റായിട്ടുള്ള ആ എരിവ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ അലോവേരയുടെ ജെല്ല്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ തൈര് ഒഴിക്കുന്നതിന് മുന്നേ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ അലോവേരയുടെ ആ ഒരു മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് തൈരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് നല്ല കട്ട തൈരാണിത്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോളിനെയൊക്കെ പേടിയുള്ളവരാണെങ്കിൽ കുറച്ച് മോരാണെങ്കിലും കുഴപ്പമില്ല. ഇതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോരും ഉപയോഗിക്കാം കേട്ടോ. നല്ല മീഡിയം പുളിയുള്ളൊരു മോരാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. ഞാനിവിടെ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അലോവേര ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നമ്മളുടെ നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കറി ലീഫാണ്. ഇനി നമുക്ക് പുതിനയിലയും കൂടി ചേർത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുതിനയില ചേർക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു അലോവേര ജ്യൂസിനകത്തേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുക. അതിൻ്റെ തണ്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒടിച്ച് കൊടുത്തതിന് ശേഷം അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഈ പുതിനയില ഉള്ളവർ പുതിനയിലയും കൂടെ ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തി എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയറിങ് ചെയ്യുന്നത് വഴിയാണ് കേട്ടോ നമ്മളുടെ വീഡിയോസൊക്കെ കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.